നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ബി.ജെ.പി. വൃത്തങ്ങൾ നൽകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിലും മഞ്ചേശ്വരത്തും ഒരേ സമയം മത്സരിക്കുകയും ഹെലികോപ്റ്ററിൽ പറന്നു നടന്ന് പ്രചരണം നടത്തുകയും ചെയ്ത നേതാവാണ് കെ. സുരേന്ദ്രൻ. അന്ന് ഹെലികോപ്റ്ററിൽ പോയി അദ്ദേഹം പ്രചരണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമെല്ലാം വൈറലായിരുന്നു. ഇത്തവണ കെ. സുരേന്ദ്രന് മത്സരിക്കാൻ സീറ്റുണ്ടാകുമോ എന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് ഒരു വിഭാഗം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നത്. കെ. സുരേന്ദ്രൻ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് ബി.ജെ.പി. അഖിലേന്ത്യാ നേതൃത്വം എത്തിച്ചേർന്നുവെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ. സുരേന്ദ്രൻ കോന്നിയിൽ നിന്ന് വീണ്ടും ജനവിധി തേടുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മഞ്ചേശ്വരത്ത് നിന്നാൽ ജയിക്കാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹത്തിനും ബി.ജെ.പിക്കും നന്നായി അറിയാം. കാരണം മുസ്ലിം ലീഗിനും CPM-നും ഒരുപോലെ ശക്തിയുള്ള പ്രദേശമാണ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം. അവിടെ കെ. സുരേന്ദ്രൻ വിജയിക്കുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ CPM-കാർ കൂട്ടത്തോടെ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്ത് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും. ഇത് സുരേന്ദ്രന് നന്നായി അറിയാം, ബി.ജെ.പിക്ക് നന്നായി അറിയാം. എന്നാൽ കോന്നി പോലുള്ള മണ്ഡലത്തിൽ അത് ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ്, കാര്യമായ മുസ്ലിം വോട്ടൊന്നും അവിടെ ഇല്ല. മാത്രമല്ല ക്രൈസ്തവ വോട്ടുകളെ ബി.ജെ.പിക്ക് അനുകൂലമാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കെ. സുരേന്ദ്രൻ വീണ്ടും കോന്നിയിൽ എത്തുകയാണ് മത്സരിക്കാനായി. കെ. സുരേന്ദ്രൻ കോന്നിയിൽ മത്സരിക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും MT രമേശുമെല്ലാം മത്സരിക്കട്ടെ, രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നിന്നും ജനവിധി തേരട്ടെ, ഇത്തരത്തിലുള്ള ഒരു കാര്യപരിപാടികളിലേക്കാണ് അല്ലെങ്കിൽ കാര്യ സംവിധാനത്തിലേക്കാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം നീങ്ങിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ, ജനകീയ പ്രതിച്ഛായയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും ശോഭാ സുരേന്ദ്രനും MT രമേശും കെ. സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അതിനുള്ള വലിയ തോതിലുള്ള പ്രചരണം പാർട്ടി നേതൃത്വം തുടങ്ങിയിട്ടുമുണ്ട്. ബൂത്ത് തലത്തിലുള്ള പ്രചരണം വരെ ആദ്യം ആരംഭിച്ച പാർട്ടി കേരളത്തിൽ ബി.ജെ.പി. ആണെന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്. ഏതായാലും കോന്നിയിൽ തനിക്ക് ഇത്തവണ ജയിക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കെ. സുരേന്ദ്രൻ. കോന്നി നിയോജക മണ്ഡലത്തിൽ തന്നെ ബി.ജെ.പിക്ക് ജയിക്കാനായ വോട്ട് ഉണ്ടെന്നുള്ള കണക്കുകൂട്ടൽ RSS-നുമുണ്ട്. സുരേന്ദ്രൻ മത്സരിച്ചാൽ ബി.ജെ.പിക്ക് അനുകൂലമായ വോട്ടുകൾ മുഴുവൻ സ്വാംശീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും ചില കണക്കുകളും അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ടാണ് കോന്നിയിൽ വേറെ ആരും പരീക്ഷിക്കേണ്ട, കെ. സുരേന്ദ്രൻ തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് പാർട്ടിയും RSS-ഉം എത്തിച്ചേർന്നത്. മഞ്ചേശ്വരം പോലുള്ള മണ്ഡലത്തിൽ മുസ്ലിം പോളറൈസേഷൻ കൃത്യമായിട്ടുണ്ടാകുന്ന മഞ്ചേശ്വരം പോലുള്ള മണ്ഡലം ഇനി നോക്കണ്ട എന്നും അവിടെ ഞാൻ ജയിച്ചാൽ ജയിച്ചു എന്നും പറഞ്ഞാൽ മതിയെന്നും, അതേസമയം തെക്കൻ പ്രദേശങ്ങളിൽ കൃത്യമായ ബി.ജെ.പി. അനുകൂല ധ്രുവീകരണം ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടെന്നും അത് പാർട്ടിക്ക് ഗുണകരമായി തീരുമെന്നുമുള്ള ഒരു വിലയിരുത്തലാണ് RSS-നും ബി.ജെ.പിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ കെ. സുരേന്ദ്രൻ കോന്നിയിൽ നിന്ന് തന്നെ ജനവിധി തേടുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ബി.ജെ.പി. വൃത്തങ്ങളും ഏതാണ്ട് ആ സൂചന തന്നെ നൽകുന്നുണ്ട്. കെ. സുരേന്ദ്രൻ കോന്നിയിൽ തന്നെയായിരിക്കും.